പൂക്കോട് വെറ്റിനറി കോളേജിൽ 2019-ലും 2023-ലും ആൾക്കൂട്ട വിചാരണ നടന്നെന്ന് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ കണ്ടെത്തൽ. വിചാരണ ചെയ്ത് മർദ്ദിച്ചത് 2019-ലെയും 2021-ലെയും ബാച്ചുകളിലെ വിദ്യാർത്ഥികളെ. ഇതിന്റെ പശ്ചാത്തലത്തിൽ 13 വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കും. എം കമലുണ്ട് വിവരങ്ങളുമായി. കമൽ, സിദ്ധാർത്ഥിന്റെ മരണത്തോടു കൂടിയാണ് ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ നടന്ന ആൾക്കൂട്ട വിചാരണകളുടെ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അതായത് സിദ്ധാർത്ഥിന് സംഭവിച്ചത് ആദ്യത്തെ സംഭവമല്ല, മുൻപും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അല്ലേ? സന്ധ്യ, മുൻപും ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട ഈ ആന്റി റാഗിംഗ് കമ്മിറ്റി വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്തപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ പുറത്തു വരുന്നത്. 2019-ലായിരുന്നു ഇതിലെ ആദ്യത്തെ സംഭവം. ക്യാമ്പസിൽ വെച്ചൊരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്ന പേരിലാണ് അന്നത്തെ ആദ്യ വർഷ വിദ്യാർത്ഥി, അതായത് 19 ബാച്ചിലെ വിദ്യാർത്ഥിയും ഇപ്പോഴത്തെ അവസാന വർഷ വിദ്യാർത്ഥിയുമായ ഒരാളെ ക്രൂരമായി മർദ്ദിച്ചത്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ റിമാൻഡിൽ കഴിയുന്ന കോളേജ് യൂണിയൻ പ്രസിഡന്റ് അരുണിന്റെ മുറിയിൽ വെച്ചായിരുന്നു 1.5 മണിക്കൂറോളം ഇയാളെ മർദ്ദിച്ചത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 32 തവണ തുടർച്ചയായി മർദ്ദിച്ചു എന്നാണ് ഈ വിദ്യാർത്ഥി മൊഴി നൽകിയിരിക്കുന്നത്. ഈ സംഭവത്തിൽ പ്രതികളായ 9 പേരും കോഴ്സ് പൂർത്തിയാക്കിയതിനാൽ ഇവരുടെ ഇന്റേൺഷിപ്പ്, 4 പേരുടെ ഇന്റേൺഷിപ്പ് 1 വർഷത്തേക്ക് വിലക്കിയിരിക്കുകയാണ് ആന്റി റാഗിംഗ് കമ്മിറ്റി. അതോടൊപ്പം മറ്റ് 5 പേരുടെ സ്കോളർഷിപ്പ് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. 2023 മെയ്യിലാണ് രണ്ടാമത്തെ സംഭവം. അതും ക്യാമ്പസിൽ വെച്ച് സീനിയർ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറി എന്ന പേരിലാണ് 2020-21 ബാച്ചിലെ വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. ഹോസ്റ്റലിൽ വെച്ചും ഈ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റു. അതുപോലെ സിദ്ധാർത്ഥനെ മർദ്ദിച്ച ക്യാമ്പസിലെ കുന്നിൻ മുകളിൽ വെച്ചും ക്രൂരമായ വിചാരണയും മർദ്ദനവും നടന്നു. മാനസികമായി തകർന്ന വിദ്യാർത്ഥി പേടിച്ച വൈത്തിരിയിലെ ഒരു ഹോട്ടൽ മുറിയിൽ 2 ആഴ്ചക്കാലം താമസിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ ഈ വിദ്യാർത്ഥി ആന്റി റാഗിംഗ് കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത് തനിക്ക് പരാതി ഇല്ല എന്നാണ്. എങ്കിലും സാഹചര്യ തെളിവുകളുടെയും മറ്റ് വിദ്യാർത്ഥികളുടെ മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് ഈ സംഭവത്തിൽ പങ്കുള്ള 4 വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. 2 വിദ്യാർത്ഥികളെ 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 2 പേരുടെ സ്കോളർഷിപ്പ് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം, ഈ 2 സംഭവങ്ങളും തുടരന്വേഷണത്തിനായി പോലീസിന് കൈമാറും എന്നുള്ളതാണ്. അതായത് ഈ വിചാരണ ചെയ്ത് ശിക്ഷ നടപ്പാക്കുന്ന അലിഖിത നിയമം പൂക്കോട് ക്യാമ്പസിൽ മുമ്പ് നിലനിന്നിരുന്നുവെന്നും അതിന്റെ തുടർച്ചയാണ് സിദ്ധാർത്ഥന്റെ മരണവുമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. സന്ധ്യ.